ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. ഒരൊറ്റ മാവ് കൊണ്ട് നമ്മൾ 2 ഐറ്റം റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതേമാതിരി നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതേ മാവ് കൊണ്ട് തന്നെ. ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പഴം കൊണ്ടുള്ള കലത്തപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുഞ്ഞി കലത്തപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. നമ്മളെ വീട്ടിലുള്ള എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ ഇതായിട്ട് പെർഫെക്റ്റ് ആവോ ഇല്ലേ എന്നൊക്കെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരേ മാവ് വെച്ചിട്ട് നമ്മൾ 2 സ്നാക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇതിന് നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പഴം പഴുത്തിട്ടുണ്ട്, പക്ഷേ ഓവറായിട്ട് ഇങ്ങോട്ട് പഴുത്തിട്ടില്ല. അപ്പോൾ ഞാൻ 1.5 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല തൊലി കറുത്തിട്ടുള്ള പഴമൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് പല സ്നാക്സും ഉണ്ടാക്കിയെടുക്കാം. ഹലുവ ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, ഉണ്ടംപൊരി ഉണ്ടാക്കാം. നമുക്ക് പല സ്നാക്സുകൾ ഉണ്ടാക്കിയെടുക്കട്ടോ. പഴമായിട്ട് നമുക്ക് നല്ല ഹലുവ മാതിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക, പുഡിങ് മാതിരിയൊക്കെ തയ്യാറാക്കിയെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ഞാനിതാ പഴമൊക്കെ നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ ആക്കി കൊടുന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ പച്ച പാത്രത്തിൽ അരി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇതിലേക്കുള്ളതാണെന്ന് ആരും കരുതണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അരി ഊറ്റി വെച്ചിരിക്കണത് ശ്രദ്ധിച്ചത് കേട്ടോ. അവിടുന്ന് മാറ്റി വെക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, ഇത് വീഡിയോയിലോട്ടുള്ളതാണെന്നുള്ളത്. അത് ഞാൻ നാളേക്ക് ഇഡ്ഡലി ഇറക്കാനുള്ള മാവ് വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അരി അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1.5 കപ്പ് മാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഇട്ട നല്ല വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഏലക്കൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചസാര കൂട്ടി പൊടിച്ചതായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. ഏലക്കായ് മാത്രം ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 2-3 ഏലക്കായ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ 1 ടേബിൾ സ്പൂൺ ചോറ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയോ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിച്ചെടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചോറ് ചേർത്തിട്ടുണ്ട്. അതിൽ കൂടണ്ട കേട്ടോ. കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായി പോകും നമ്മളെ പലഹാരം. പിന്നെ അതാ ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 അച്ച് ശർക്കര എടുത്താൽ മതി. ഒരുപാടൊന്നും എടുത്ത് നമ്മൾ മധുരം ഓവറായി പോയിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾക്കിത് ചൂടോടെ തന്നെ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം മാതിരിയൊക്കെ കിട്ടുള്ളൂ. എൻ്റെ വീഡിയോ ഒക്കെ ചിലപ്പോൾ പുറത്തുനിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവട്ടെ. എന്താണെന്ന് വെച്ചാൽ സ്കൂൾ വിട്ടിട്ടുള്ള ടൈമാണ്. അപ്പോൾ മക്കൾ പോണതിൻ്റെ സൗണ്ടും വണ്ടികൾ പോണതിൻ്റെ സൗണ്ടും ഒക്കെ കേൾക്കുക. റോഡിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കട്ടെ. അപ്പോൾ ഇതാ ഞാനിത് ചൂടോടെ തന്നെ നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചൂടാറാൻ കാത്തിക്കരുത്, മാവ് വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഇതിൽ കിട്ടൂല, ഒരു പെർഫെക്ഷൻ കിട്ടൂല നമുക്ക്. നമ്മൾ ഉണ്ടാക്കണ എന്താ പറയുക സ്നാക്സിന്. അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കിയതാണ് കേട്ടോ പരുവം മാവിൻ്റെ. അപ്പോൾ കട്ടൊന്നും കെട്ടാതെ നല്ല ഇതിൽ തന്നെ ഇളക്കിയെടുത്തിട്ട് പിന്നെ 2 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കരയിൽ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ അതൊന്ന് നമ്മൾ നാവുമ്മ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഒരു നേരിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയിൽ ഉപ്പുണ്ടാവും. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ശർക്കരയിൽ ഉപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടണ്ട കേട്ടോ. കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മാവ് സ്നാക്സ് ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റായിട്ട് പോകും. അപ്പോൾ എന്താ പറയുക, ഒരു ഇത് കിട്ടൂല. നമ്മൾ തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പാകത്തിന് ഇട്ടെടുത്താൽ മതി. പിന്നെ ഞാനിതാ ഒരു അപ്പപാത്രത്തിലേക്ക് എന്താ പറയുക നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്
കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഈ തേങ്ങാക്കൊത്തൊന്ന് പകുതി വേവാകുമ്പോഴത്തേന് നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും കൂടി അരിഞ്ഞിട്ട് അതുകൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക ബ്രൗൺ കളർ ആവണത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. പിന്നെ കുറച്ച് പലഹാരത്തേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് രണ്ടിനും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഞാനൊരു 3-4 ചെറിയുള്ളിയും ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ടീസ്പൂണ് എള്ളാണ് എടുത്തെടുത്തിട്ടുള്ളത്. ഇത് കറുത്ത എള്ളോ വെളുത്ത എള്ളോ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ കറുത്ത എള്ളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കറുത്ത എള്ള് ഇട്ട് കൊടുത്ത്, വെളുത്ത എള്ള് ഇട്ട് കൊടുത്താൽ ഒരു ഭംഗിയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ. അതിന് വെള്ളം ഇങ്ങനെ തരി തരിയായിട്ട് നിൽക്കണത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ വെള്ളം എള്ള കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോണ്ടി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് നമ്മളിനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിത് ഒരു അപ്പച്ചട്ടിയാണ് വെച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ചുറ്റിക്കാനും പരത്താനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അരിപ്പൊടി ആയിട്ട് ഉണ്ടാക്കിയാലും നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ, കുഞ്ഞി കലത്തപ്പം. ഇത് നമ്മൾ കുക്കറിൽ വേണമെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വലിയതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കിയിരിക്കണമെന്ന് ഇടയ്ക്കൊക്കെ വിചാരിക്കട്ടെ, പക്ഷെ ഓണാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുറേ അബദ്ധങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റലുണ്ട് കേട്ടോ. ചിലപ്പോൾ നല്ല വീഡിയോസൊക്കെ ഇക്കാരെടുത്ത് വെച്ചിട്ടുണ്ടാവില്ല, ഞാൻ വീഡിയോ എടുത്തിക്കണമെന്ന് വെച്ചിട്ടിരിക്കും, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ, ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ ഒരു ഭാഗം വെന്തിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മളത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 1.5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ പറയുക മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പാകത്തിന് വെന്തിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ കാണുന്നത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതേറ്റൊന്ന് കുയ്യപ്പം ഉണ്ടാക്കി നോക്കിയാലോ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കുയ്യപ്പച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുയ്യപ്പത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1/4 ഭാഗം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കണ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കുയ്യപ്പം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ 1/4 ഭാഗം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ ബാക്കി 1/4 ഭാഗം അതന്നെ ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഫില്ലായിക്കോളും. അപ്പോൾ നമ്മൾ എപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക, ഫുള്ള് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ കണ്ടില്ല ഞാൻ ഒഴിച്ചു കൊടുത്തതൊക്കെ മേലേക്ക് പൊന്തി വന്നിട്ട് പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗം നമ്മൾ എല്ലാ കുഴിയിലും ഒഴിച്ച് വരുമ്പോഴത്തേന് മറിച്ചിടാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽ വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുയ്യപ്പാക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ പിന്നെ എന്താ പറയുക നമുക്ക് ശർക്കരൻ്റെയും തേങ്ങൻ്റെയും തേങ്ങാക്കൊത്തും ഒക്കെ ഇങ്ങനെ എള്ളൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു ഇതിന്. അപ്പോൾ ഇങ്ങനെ പഴം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കലത്തപ്പൊക്കെ ഒന്ന് പഴം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കൊണ്ടിട്ടാണ്. ഞാൻ പഴം ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കുഞ്ഞിക്കലത്തപ്പം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയപ്പോൾ. ഇത് പിന്നെ ഉണ്ടാക്കിയപാട് കഴിക്കണക്കാട്ടി നല്ലത് ഒന്നും ഇങ്ങോട്ട് ചൂടാറി വന്നാൽ നല്ലൊരു പാകത്തിന് കിട്ടും കേട്ടോ. നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര സോഫ്റ്റാണെന്ന്. അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാകത്തിന് ഇതായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മക്കളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടൂല. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഓരോന്ന് കൊണ്ടുപോയിട്ട് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്തിട്ട് കാണാൻ നോക്കോണ്ടി കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒരു കോലുമേൽ കുത്തിയെടുക്കാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ പണി കിട്ടിയ ഒരാൾ അവിടെ ചാടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കഴിക്കാനും ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റാണ്, ഉള്ളിലൊക്കെ നല്ല വെന്ത് തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ ഞാൻ രണ്ടാമത്തതും
ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ബാറ്ററി ലോ ആയതാണ്, അപ്പോൾ ഒത്തിരി ചാർജേ ഉള്ളൂ. അപ്പോൾ ഉള്ള ചാർജ് പെട്ടെന്ന് തീരുന്നതിന് മുന്നേ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളെ എന്താ പറയുക അഭിപ്രായങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ടും പുതിയ എന്തെങ്കിലും ഡിഷ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കൊണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻ്റ് അയക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ പുതിയ ഓരോരോ ഡിഷസായിട്ട് ഞാൻ ഈസി റെസിപ്പിയാണ് നമ്മളിടൽ. ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മളെ ചാനലിൽ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ഭംഗിയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വീർത്ത് നല്ല ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെയാണ് കേട്ടോ എന്തുണ്ടാക്കുമ്പോഴും. ഒരു ഡിഷ് ചിലപ്പോൾ നമുക്ക് ഫ്ലോപ്പ് ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ മാവ് കൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യാതിരിക്കരുത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതേമാതിരി ഒരു പ്രാവശ്യം ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് തീരെ നന്നായില്ല കേട്ടോ. അപ്പോൾ ആ നെയ്യപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ഉണ്ണിയപ്പമായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്ന് പൊളിച്ചിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എടുത്തപ്പോൾ തൊടാൻ കഴിയണില്ല. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് എടുത്തിട്ട് ഇതാക്കിയത് കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കലത്തപ്പമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടിയായിട്ട് ഒരുപാട് ആളുകൾ പറയും അരിപ്പൊടിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെടുത്ത് വരാൻ പണിയാണെന്ന്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആരെടുത്ത കലത്തപ്പം തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ആരെടുത്ത കുഞ്ഞിക്കലത്തപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുഞ്ഞതായാലും വലിയതായാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.